മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപൻ വീണ്ടും പ്രതാപന്റെ പഴയ സ്വഭാവം തന്നെ എടുക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കർണയെ ഒരു നല്ല പെൺകുട്ടിയാക്കി എടുക്കണം എന്നുള്ള വാശി തന്നെയാണ് കണ്ണൻ നിൽക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ അടുക്കളയിൽ കർണയ്ക്ക് ചെയ്യേണ്ട ജോലികളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യേണ്ട രീതികളൊക്കെ അടുത്ത് നിന്ന് തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് കർണയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും എന്തായാലും തൻ്റെ ജീവിതം കൈവിട്ടു പോകുന്നുള്ള പേടി കൊണ്ടാണെങ്കിൽ കർണ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി റൂമിൽ വന്നിട്ട് കർണയ്ക്ക് കൊടുക്കാനുള്ള ലിസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഓരോ സാധനങ്ങളും എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ലിസ്റ്റാണ് മഹാലക്ഷ്മി റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കണ്ട് കർണയ്ക്ക് എന്ത് വേണേലും ഉണ്ടാക്കാൻ പറ്റും, അതിന് പ്രത്യേകിച്ച് പാചക ബുക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കണ്ണനോട് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ താൻ തന്നെ ഒരു പാചക ബുക്കല്ലേ, താൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എല്ലാം പഠിച്ചതെന്ന് ചോദിക്കുമ്പം അതേ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അമ്മയുടെ ഒപ്പം അടുക്കളയിൽ അമ്മയെ സഹായിക്കാനായിട്ട് കയറുമായിരുന്നു. അപ്പോഴൊക്കെ കരുണ എവിടെയെങ്കിലും ഫോണും നോക്കി ഇരിക്കുകയുള്ളൂ. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞങ്ങളെ കൊണ്ട് പറഞ്ഞ് ഉണ്ടാക്കിപ്പിക്കലായിരുന്നു അവളുടെ ജോലി. എന്തായാലും ഇനി അത് പറ്റില്ല. നമ്മളിപ്പോൾ ചെയ്യണത് അവളുടെ നന്മയ്ക്കല്ലേ കണ്ണേട്ടാ. ഒരു കണക്കിന് നോക്കിയാൽ അവൾക്കും ഇതുപോലൊരു ജീവിതം വേണ്ടേ. അവളാണെങ്കിൽ ഇപ്പം അന്ന് കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു അമ്മ ആവേണ്ടതാണ്. അപ്പം അവൾ വീട്ടുജോലികളൊക്കെ പഠിച്ചിരിക്കണ്ടേ. എന്തായാലും നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അവൾ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല സ്വഭാവമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവളെ ബുദ്ധിമുട്ടിക്കണ്ട. അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിന് അവളെ ശിക്ഷിക്കണ ശരിയല്ലല്ലോ എന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്. അല്ലെങ്കിലും അവളെ ഉപദ്രവിക്കണമെന്നും എനിക്ക് ചിന്തയൊന്നുമില്ല, പക്ഷെ അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് കുറയ്ക്കണം, ഇല്ലെങ്കിൽ അവൾക്ക് ഉണ്ണിയെ ഒരു വില ഉണ്ടാവില്ല. ഇപ്പം തന്നെ അവൾക്ക് എല്ലാവരെയും കുറച്ച് പേടിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന കാലം തൊട്ട് ഇതുവരെയും അവളുടെ ഇഷ്ടത്തിനല്ലേ ജീവിച്ചത്. ഇനി കുറച്ച് നാൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനോ ജീവിക്കട്ടെ. എന്തായാലും താൻ ഈ ലിസ്റ്റ് കൊണ്ടുപോയി അവൾക്ക് കൊടുക്കുമെന്ന് പറയണം. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ലിസ്റ്റുമായിട്ട് കർണയെ തേടി പോകുമ്പോൾ കർണ അടുക്കളയിൽ ക്ലീനിങ്ങിലാണ്. അങ്ങനെ മഹാലക്ഷ്മി ഈ ലിസ്റ്റ് കൊണ്ടുപോയി കർണയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അന്നേരം കർണ ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പം ഓരോ നേരവും ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ലിസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കേണ്ട രീതികളും ചേർക്കേണ്ട ചേരുവകളൊക്കെ അതിനകത്തുണ്ട്. നാളെ മുതൽ നീ ഈ ലിസ്റ്റ് അനുസരിച്ച് വേണം ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കാൻ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അതിന് ഈ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ, പിന്നെ ഉണ്ടാക്കേണ്ട രീതിയൊക്കെ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് നോക്കി പഠിച്ച് നീ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. 1-2 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ ശരിയായിക്കോളും. പിന്നെ വേറൊരു കാര്യം, ഞാൻ തന്ന ലിസ്റ്റിലുള്ള ചേരുവകൾ മാത്രം ഭക്ഷണത്തിൽ ചേർത്താൽ മതി, അല്ലാതെ നിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും നിൻ്റെ സ്വഭാവം വെച്ച് വിഷമൊന്നും ചേർക്കാൻ നിൽക്കണ്ടെന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ഈ മഹാലക്ഷ്മി എന്താ പറയണേന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ പറയുന്നുണ്ട്, അല്ല പല പ്രാവശ്യം എന്നെയും കണ്ണേട്ടനെയൊക്കെ വിഷം തന്ന് കൊല്ലാൻ നോക്കിയവരാണ് നിങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഭക്ഷണത്തിൽ വിഷം ചേർത്താലും ആ ഭക്ഷണം ആദ്യം കഴിക്കണത് നീയായിരിക്കും, അത് നിനക്ക് ഓർമ്മയുണ്ടാവണം. എന്തായാലും ഞാൻ പോവുക, ഇതുപോലെ നാളെ മുതലെല്ലാം നീ കൃത്യമായിട്ട് ചെയ്തോളണം, ഇല്ലെങ്കിൽ അറിയാലോ കണ്ണേട്ടൻ നിൻ്റെ അച്ഛനെ ജയിലിൽ കയറ്റുമെന്ന്. അത് കേട്ടതും കരുണ ഞാനെല്ലാം ചെയ്തോളാം എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെ ഉണ്ണീനെയാണ്. ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, എടാ മോനെ കരുണയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോടാ. ഇപ്പം മഹാലക്ഷ്മി എന്ത് പറഞ്ഞാലും കരുണ അനുസരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ കരുണ അവളെ കടിച്ചു കീറാൻ നിൽക്കുന്നതാ. ഇപ്പം തിരിച്ച് ഒന്നും പറയണമില്ല, അവളോട് ദേഷ്യപ്പെടണമില്ല, അവളെന്ത് പറഞ്ഞാലും അതെല്ലാം അനുസരിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കണമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു ചതിയുണ്ടമ്മേ, അല്ലെങ്കിൽ കരുണ ഒരിക്കലും അവളുടെ ചേച്ചിയെ അംഗീകരിക്കുകയില്ല, ചേച്ചി പറയുന്നത് അനുസരിക്കുകയില്ല. ആ ചേച്ചീനെ എങ്ങനെ ദ്രോഹിക്കാവോ അങ്ങനെയൊക്കെ ദ്രോഹിക്കണമെന്ന് വിചാരിക്കണേ ആളാ കരുണ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതാണ് മോനെ ഞാനും ആലോചിക്കുന്നത്, ഒരിക്കലും മഹാലക്ഷ്മിയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ മഹാലക്ഷ്മി എന്ത് പറഞ്ഞാലും കരുണ അനുസരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് കരുണ അടുക്കളയുടെ ആ ഭാഗത്തേക്ക് പോലും വരില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അവൾ വന്നിരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ അവൾ അടുക്കളയിൽ കയറി എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്, അതും മഹാലക്ഷ്മി പറയണത് പോലെ തന്നെ. അതാ എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഈ കരുണയുടെ അച്ഛന് സുഖമില്ലാതെ ആയ പിന്നെ കരുണയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടമ്മേ, അല്ലെങ്കിൽ അവൾക്ക് എപ്പോഴും എന്നെ ഒരു പരിഹാസം അല്ലായിരുന്നോ, ഇപ്പം അവൾ എന്നെ അങ്ങനെ പരിഹസിക്കാനൊന്നും വരാറില്ല എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അങ്ങനെ ഒരു മാറ്റം നല്ലതല്ലേടാ മോനെ എന്ന് വയ്ക്കുമ്പോൾ അതല്ല അമ്മേ, ഇതിൻ്റെ പിന്നിലെ രഹസ്യം എനിക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും തക്കതായ കാരണമില്ലാതെ കരുണ ഇങ്ങനെ ജോലിയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല, എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണം അമ്മേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്.
പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ പ്രതാപ, നമ്മളുടെ കുഞ്ഞിനിപ്പോൾ കണ്ടകശനി എന്നാ തോന്നണേ, എല്ലാ രീതിയിലും പരീക്ഷണങ്ങളാണല്ലോ. ഇപ്പം തന്നെ ആ കമലേശ്വരത്തെ ഫുൾ പണിയും നമ്മളുടെ കുഞ്ഞാ ചെയ്യണേന്നാ പറഞ്ഞ്. ആ ലക്ഷ്മി എല്ലാത്തിനും നിർദ്ദേശം കൊടുക്കലേ ഉള്ളൂ. ഇപ്പം ഇന്നലെ തന്നെ രാത്രി കിടക്കണതിന് മുമ്പ് അവൾ ഒരു ലിസ്റ്റ് എഴുതി മോളുടെ കൈ കൊടുത്തു എന്നാ പറഞ്ഞ്. ഇനി ആ ലിസ്റ്റ് അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കണം പോലും. അതെല്ലാം മോള് ചെയ്തില്ലെങ്കിൽ നിന്നെ ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമെന്നാണ് മോള് വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ആ ലക്ഷ്മി പ്രതികാരം ചെയ്യണതാ. അവളെ എൻ്റെ മോൾ ഇവിടെ ഇട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലേ, അതിന് പകരമായിട്ടായിരിക്കും ഇപ്പം എൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണേ. എന്തായാലും പ്രതാപ, ഇനി ഇതിങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണം. ഇനിയും മോളെ കഷ്ടപ്പെടുത്താൻ അവളുടെ പാവമെങ്കിൽ അവളെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേരേടായിരുന്നു. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് തന്നെ അമ്മയെ ആലോചിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. എന്നിട്ടും എൻ്റെ കുഞ്ഞിന് സങ്കടമാണെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യുമെന്ന്. പിന്നീട് ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ കരുണ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കരുണയെ കണ്ടതും പ്രതാപൻ്റെ അമ്മയും മോൾക്ക് ആകെ ക്ഷീണമല്ലോ എന്നൊക്കെ പറയുമ്പം, പിന്നെ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും, അച്ഛൻ കാരണം എനിക്കിപ്പോൾ ഈ അവസ്ഥ വന്ന്, അച്ഛനാ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നപ്പം ആ കണ്ണേട്ടനെയും കൂടി കൊന്നേർന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഗതി വരില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാ എന്നെ ഉണ്ണിയേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മോളെ ഞാൻ അത് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല. എന്തായാലും കുറച്ച് നാളും കൂടി മോളൊന്ന് താഴ്ന്നു നിൽക്ക്. ഇപ്പം നമുക്ക് മോശം സമയമാണ്. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മളുടെ സമയമൊക്കെ ശരിയാവും. അതിനുള്ളിൽ ആ മഹാലക്ഷ്മിയെയും കണ്ണനെയും എന്താ ചെയ്യാൻ പറ്റണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. ആ സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ടതും മോഹിനി പറയുന്നുണ്ട്, ഇപ്പം ചെയ്തതിൻ്റെയൊക്കെ കരുണ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഇനിയും നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ശിക്ഷയും കൂടെ അനുഭവിക്കേണ്ടത് കരുണയായിരിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്തതിനൊന്നും പോണ്ട. ലക്ഷ്മി മോളും കണ്ണനും എന്തായാലും കരുണയ്ക്ക് ദോഷം പറഞ്ഞ ഒന്നും ചെയ്യൂല എന്ന് പറയുമ്പം, എന്നിട്ടാണോടി നിൻ്റെ മോള് കരുണമോളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണേന്ന് വയ്ക്കുമ്പം അത് അത്ര വലിയ കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നണില്ല. ലക്ഷ്മി മോള് ഓർമ്മ വെച്ച കാലം മുതലേ അടുക്കളയിൽ കയറി എന്നെ സഹായിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ കരുണ ലക്ഷ്മിയോട് എനിക്ക് അത് വേണം ഇത് വേണമെന്നും പറഞ്ഞ് ഉണ്ടാക്കിക്കാറല്ലാതെ അവളെ സഹായിക്കാറ് പോലും ഇല്ലായിരുന്നു. ഇപ്പം അവൾക്കും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർക്കും വല്ല ഭക്ഷണമല്ലേ അവൾ ഉണ്ടാക്കണുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം, ആ പണി തന്നെ പോരാടി, ഒരു പണിയും ചെയ്യാതെ ജീവിച്ച എൻ്റെ മോളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തണേ, അവളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, ഇനി ലക്ഷ്മി മോളെ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ തിരിച്ചടി കിട്ടാൻ പോകുന്നത് കരുണയ്ക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് അച്ഛനും മുത്തശ്ശിയും മോൾക്ക് നല്ല ഉപദേശം കൊടുത്ത് വിടാൻ നോക്കുന്നത്. ആ സമയം കരുണ പറയുന്നുണ്ട്, നിങ്ങളൊരമ്മയാണോ? ഇതുപോലെ സംസാരിക്കുന്ന ഒരമ്മയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ മോഹിനി പറയുന്നുണ്ട്, അത് നേരാ നീ പറഞ്ഞത്. എന്തായാലും ലക്ഷ്മി മോളെ പോലെ നിന്നെ എനിക്ക് വളർത്താൻ പറ്റിയില്ല. നീ വളർന്നത് അച്ഛൻ്റെയും മുത്തശ്ശിയുടെ ഉപദേശം കേട്ടാ. അതിൻ്റെ കുഴപ്പം നിനക്കുള്ളതല്ല. എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് നിൻ്റെ സ്വഭാവമൊക്കെ നന്നാവുമെന്ന് എനിക്ക് തോന്നണേ. ഇല്ലെങ്കിൽ കണ്ണനും ലക്ഷ്മിയും കൂടി നിന്നെ നന്നാക്കി എടുത്തോളൂന്ന്. സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, മോഹിനി എൻ്റെ മോളെ വെറുതെ വിഷമിപ്പിക്കാണ്ട് നീ പോയെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ മോഹിനി ഞാൻ പോയിക്കോളാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. മോഹിനി പോയി കഴിഞ്ഞതും കരുണയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, അച്ഛാ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ, മോള് കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കുക, അതിനുള്ളിൽ ഞാൻ എല്ലാത്തിനും ഒരു പ്രതിവിധി കണ്ടെത്താം, മോള് സമാധാനമായിട്ട് ഇപ്പോൾ പോകുമെന്നും പറഞ്ഞ് കരുണയെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ പ്രതാപ, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോടാ, നമ്മളുടെ കുഞ്ഞിൻ്റെ കണ്ണീര് കാണാനാണ് നമുക്ക് വിധി. എത്രയും പെട്ടെന്ന് ആ മഹാലക്ഷ്മിയുടെ അഹങ്കാരം തീർത്തു കൊടുക്കണോടാന്ന് പറയുമ്പോൾ ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കണേ അമ്മേ. എന്തായാലും ഞാൻ ആ വാമേട്ടിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് പ്രതാപൻ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഇതേസമയം വാമദേവനും സീമന്തിനിയാണെങ്കിൽ ഈ കരുണയ്ക്ക് അങ്ങോട്ടൊന്ന് പൈസ കൊടുക്കുമെന്നുള്ള ചിന്തയിലാണ്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, അവൾക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അവൾ സത്യങ്ങളെല്ലാം ദുർഗയോടും ഉണ്ണിയോടൊക്കെ പറയും. പിന്നെ അറിയാലോ, വാമേട്ടന് കമലേശ്വരത്തിൻ്റെ പടി ചവിട്ടാൻ പോലും പറ്റില്ല. അതുമാത്രമല്ല, വാമേട്ടന് പ്രതാപന് കൊട്ടേഷൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ മേഘൻ്റെയും മാമേട്ടൻ്റെയും അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ നിൽക്കും. പിന്നീട് നമ്മൾ എങ്ങനെ ജീവിക്കും മാമേട്ടാന്ന് ചോദിക്കുമ്പോൾ അതാ സീമന്തിനി ഇപ്പോൾ പ്രശ്നമായേക്കണം. ഈ കരുണ ഒരു പിശാച് തന്നെയാണ്. അവളെയൊക്കെ വിശ്വസിക്കാൻ പോയാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഞാൻ അവൾക്ക് ബ്ലാക്ക് മെയിലിങ് പഠിപ്പിച്ചു കൊടുത്ത് അതവൾ എനിക്കിട്ട് തന്നെ പ്രയോഗിക്കുക. സമയത്ത് വാമദേവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കിയിട്ട് വാമദേവൻ പറയുന്നുണ്ട്, പ്രതാപനല്ല വിളിക്കണേന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അയാളും പൈസ ചോദിച്ച് വിളിക്കണേയിരിക്കും വാമേട്ടാന്ന് ചോദിക്കുമ്പോൾ അവനങ്ങനെ പൈസ ചോദിക്കാനൊന്നും വഴിയില്ല, അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, അവനക്ക് പൈസയൊന്നും പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ
അല്ല കരുണയുടെ അല്ലേ അച്ഛൻ, പിന്നെ ഇനിയിപ്പോൾ അറിയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ഞാനൊന്ന് ഫോൺ എടുത്ത് നോക്കട്ടെ എന്നും പറഞ്ഞു വാമദേവൻ ഫോൺ എടുത്തതും പ്രതാപൻ പറയുന്നുണ്ട്, വാമേട്ടനെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ വരാടാ പ്രതാപ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണ് ഈ വാമദേവനെ നോക്കി നിൽക്കുന്ന സമയത്ത് വാമദേവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വാമദേവൻ വന്നതും എന്താ പ്രതാപ നീ എന്തെന്നെ കാണണം എന്ന് പറഞ്ഞു നോക്കിയമ്മ, അത് വേറെ ഒന്നുമല്ല വാമദേവ, എൻ്റെ മോളുടെ ജീവിതം ഇപ്പോൾ വലിയ പ്രശ്നത്തിലാണ്. കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അതിന് അവൻ മോളോട് പ്രതികാരം ചെയ്യണം. മോള് അവൻ പറയണത് അനുസരിച്ചില്ലെങ്കിൽ എന്നെ ജയിലിൽ കയറ്റുന്ന മോളെ ഭീഷണിപ്പെടുത്തണേ. അതുകൊണ്ട് എൻ്റെ മോളെ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണം. അവിടുത്തെ എല്ലാ ജോലിയും മോളെയും കൊണ്ട് അവൾ ചെയ്യിപ്പിക്കണേന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, ഇത് വലിയ കഷ്ടമായി പോയല്ലോ, പ്രതാപൻ ചെയ്തതിന് അവരെന്തിനാ കരുണയെ ശിക്ഷിക്കണേന്ന് ചോദിക്കുമ്പം അതാ എനിക്ക് മനസ്സിലാവാത്ത, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ അവൻ എന്നെ ഉപദ്രവിക്കാതെ എൻ്റെ മോളെ ഉപദ്രവിക്കണത് എൻ്റെ മോളുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്തായാലും ഇനി കണ്ണനെ മഹാലക്ഷ്മിയെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. രണ്ടെണ്ണത്തിനെ തീർത്ത് കളയാനാണ് ഞാൻ തീരുമാനിച്ചേക്കണം. ആ വിശ്വനാഥനെ കൊന്നതിൻ്റെ പേരിൽ എന്തായാലും ഞാൻ ജയിലിൽ കൊണ്ടുവരും, അതിൻ്റെ കൂടെ ഈ ശിക്ഷയും കൂടെ ഞാൻ അനുഭവിച്ചോളാം. ആ സമയത്ത് വാമദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും കണ്ണൻ ജീവിച്ചിരുന്നാൽ എനിക്കും അത് പ്രശ്നമാണ്. അപ്പോൾ പ്രതാപനായിട്ട് തന്നെ കണ്ണനെ മഹാലക്ഷ്മിയെയും തീർത്ത് കളയുവാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പ്രതാപൻ ജയിലിലും പോയിക്കോളും, അതുകൊണ്ട് ഇവനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, വാമേട്ടൻ എന്താ ആലോചിക്കണേന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തായാലും ഒന്നിനും പറ്റില്ലടാ, എൻ്റെ മോനാണെങ്കിൽ ഇപ്പോൾ അനങ്ങാൻ പറ്റാതെ കിടക്കുക, മോളുടെ വിവാഹവും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്താലും ഞാനതിന് സപ്പോർട്ടായിട്ടുണ്ടാവും, പക്ഷേ എന്നെ ഒന്നിലേക്കും വലിച്ചിടരുതെന്ന്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല വാമേട്ടനെ ഞാൻ ഒന്നിലേക്കും വലിച്ചിടില്ല, എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനും ഇനി ജീവിച്ചിരിക്കണ്ട, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കേട്ടതും നമ്മളുടെ വാമദേവനാണെങ്കിൽ സന്തോഷത്തോടുകൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും മഹാലക്ഷ്മിക്കും കണ്ണനും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, തിരിച്ചടി കിട്ടാൻ പോകുന്നത് പ്രതാപനും കരുണയ്ക്കും തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.